യെസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്റ്റർ അഡീഷനെ കുറിച്ചിട്ടാണ്. വെക്റ്റർ അഡീഷൻ. സ്കേലേഴ്സിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കേലേഴ്സിന് അരിതമെറ്റിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം സ്കേലേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1 + 1 = 2. അതുപോലെ തന്നെ സ്കേലേഴ്സിനെ പരസ്പരം എന്ത് ചെയ്യാനായിട്ട് പറ്റും? മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 - 1 = 1. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 3 × 2 = 6. അതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 3/2 = എന്താണ്? 1.5. അപ്പോൾ സ്കേലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നിയർലി റെപ്രസെൻറ്റഡ് ആസ് ക്വാണ്ടിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മെഷർമെൻറ്റ് ഉണ്ടാവും, വാല്യൂസ് മാത്രമേ ഉള്ളൂ, ന്യൂമറിക്കൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനാൽ തന്നെ സ്കേലേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതുപോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് സെയിം സംഗതി തന്നെ, സെയിം ഓപ്പറേഷൻസ് തന്നെ ഏതിനും ചെയ്യാനായിട്ട് പറ്റും. വെക്റ്റേഴ്സിൻ്റെ കേസിലും ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വെക്റ്റേഴ്സിന് 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് പോസിബിൾ. ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവിഷൻ വെക്റ്റേഴ്സിന് പോസിബിൾ അല്ല. അപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ നിന്ന് തന്നെയാണ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അഡീഷൻ്റെ മറ്റൊരു സബ്ബാണ്. അപ്പോൾ അത് നമുക്ക് വൈകാതെ നോക്കാം. അതിന് മുമ്പ് നമ്മൾ 2 സംഗതികൾ നേരത്തെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെക്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, സെയിം 1 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള മറ്റൊരു വെക്റ്റർ സെയിം പാരലലാണ്, അതുപോലെ തന്നെ എലോങ് സെയിം ലൈനുമാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് വെക്റ്റർ ആണെന്ന് പറഞ്ഞു. ആ നെഗറ്റീവ് വെക്റ്ററിനെ നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ബി വെക്റ്ററാണ്, ഇത് എ വെക്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ നെഗറ്റീവ് വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ബി വെക്റ്റർ = -a വെക്റ്റർ എന്നാണ്. ഓക്കെ, നെഗറ്റീവ് വെക്റ്ററിനെ ബി വെക്റ്റർ = -a വെക്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, ഒരു വെക്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഡിസ്പ്ലേസ് ചെയ്യാം. ആ വെക്റ്ററിനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ് ചെയ്യാം. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് വെക്റ്ററിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഉണ്ടാവില്ല. നോ ചേഞ്ച്. ഓക്കെ, പക്ഷേ ഇതേ വെക്റ്ററിനെ സെയിം വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then the vector will change. ഓക്കെ, then the vector will change because എൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? വെക്റ്ററിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനാൽ തന്നെ വെക്റ്റർ കോൺസ്റ്റൻ്റ് ആവില്ല. വെക്റ്റർ കോൺസ്റ്റൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിട്ടുള്ള വെക്റ്ററിനെ മൊത്തമായിട്ട് ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ശരി. ഇപ്പോൾ ഈ വെക്റ്റേഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വെക്റ്റർ അഡീഷനിലേക്ക് കടക്കാം. വെക്റ്റർ അഡീഷൻ. ഇനി യെസ്, 2 വെക്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എ വെക്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ബി വെക്റ്ററും ഉണ്ട്. വെക്റ്റർ എ, വെക്റ്റർ ബി. അപ്പോൾ 2 വെക്റ്റേഴ്സിനും എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു പോയിൻറ്റും കൂടി പറയട്ടെ. എപ്പോഴും ഒരു സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കോ-ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്നാണ്. സെയിം പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 വെക്റ്റേഴ്സിനെ നമ്മളെപ്പോഴും എന്തെന്നാണ് പറയുക? കോ-ഇനീഷ്യൽ വെക്റ്റേഴ്സ് എന്നാണ് പറയുക. അതായത് 2ൻ്റെയും ടെയിൽ എൻഡ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം എൻഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് 2 വെക്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. യെസ്, നമുക്ക് 2 വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. വെക്റ്റർ അഡീഷൻ്റെ കേസ് വരുമ്പോൾ എ എന്ന് പറയുന്ന വെക്റ്ററും ബി എന്ന് പറയുന്ന വെക്റ്ററും ബി എന്ന് പറയുന്ന വെക്റ്ററും
ഈ എ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, ബി വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ രണ്ട് വെക്ടറുകളെയും എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 5+3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താ, വെക്ടേഴ്സാണ്. അപ്പോൾ സാധാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പോലെയല്ല വെക്ടർ അഡീഷൻ വരിക. വെക്ടർ അഡീഷന് രണ്ട് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കും. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ മെത്തേഡിനെ നമ്മൾ പാരലോഗ്രാം ലോ എന്ന് പറയും, പാരലോഗ്രാം ലോ. സെക്കൻഡ് മെത്തേഡ് ട്രയാങ്കുലർ ലോ, ട്രയാങ്കുലർ ലോ. ഓക്കെ, അപ്പോൾ സാധാ സ്കേലേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെ പറ്റില്ല. അപ്പോൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി രണ്ട് ലോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിൽ ആദ്യത്തെ ലോ ആണ് പാരലോഗ്രാം ലോ, സെക്കൻഡ് ലോ ആണ് ട്രയാങ്കുലർ ലോ. ഇനി പാരലോഗ്രാം ലോ എടുക്കുമ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ ആദ്യം പറയുന്നത് ഒരു വെക്ടേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വെക്ടേഴ്സിനെയും കൂടിയിട്ട് ഒരു പാരലോഗ്രത്തിൻ്റെ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. പാരലോഗ്രത്തിൻ്റെ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ പാർട്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഈ രണ്ട് വെക്ടേഴ്സ് കണ്ടല്ലോ, ഈ രണ്ട് വെക്ടേഴ്സിനെയും എന്ത് ചെയ്യുക, ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്ടേഴ്സിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം തന്നെ രണ്ട് വെക്ടേഴ്സിനും കൂടി ഒരുമിച്ച് കൊണ്ടുവരിക. അതെങ്ങനെ കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റുക. എന്താണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്? രണ്ടുപേരുടെയും ടെയിൽ എൻഡുകൾ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോർണർ കിട്ടി. ഇനി ഈ കോർണറിന് പാരലലായിട്ട് ഇതുപോലെ രണ്ട് കോർണറുകളും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ രണ്ട് കോർണേഴ്സും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ രണ്ട് കോർണേഴ്സും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പാരലോഗ്രാം ലോ ആയി. ഓക്കെ, അതൊരു പാരലോഗ്രമായിട്ട് മാറി. ഇങ്ങനെ രണ്ട് കോർണേഴ്സും ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? ഇറ്റ് ബിക്കംസ് എ പാരലോഗ്രാം. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡയഗണൽ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഡയഗണൽ, ആ ഡയഗണൽ തരുന്നത്, അല്ലെങ്കിൽ ആ ഡയഗണലിൻ്റെ ലെങ്ത് ആയിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. സമ്മിനെ നമ്മൾ വിളിക്കുന്നത് റിസൾട്ടൻ്റ്, വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ്. ആ രണ്ട് ഡയഗണലായിരിക്കും എന്ത് തരിക, അതിൻ്റെ റിസൾട്ടൻ്റ് അഥവാ സം എന്ന് പറയുന്ന സാധനം തരിക. ഓക്കെ, ഈ റിസൾട്ടൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആർ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഈ ആർ ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു √(a² + b² + 2ab cos തീറ്റ. ഇപ്പോൾ ഈ രണ്ട് ആംഗിളുകൾ, അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടറുകളും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു. ഈ രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു. എയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3² + 5² + 2 × 3 × 5 × ഈ ആംഗിൾ തീറ്റ. തീറ്റ ഈസിക്വൽ ടു ഇവിടെ തൽക്കാലം നമുക്ക് 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട, 90 ഡിഗ്രി എന്ന് കൊടുക്കാം. cos 90 ഈസ് ഈക്വൽ ടു √(3² എത്രയാണ്? 9 + 25 + 2 × 3 × 5 × cos 90യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0. ഈസ് ഈക്വൽ ടു √9 + 25, 5 × 10 4 34, √34 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, പാരലോഗ്രാം. ഇനി സെയിം സാധനം തന്നെ നമ്മൾ ട്രയാങ്കുലർ ലോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെയിം സാധനം തന്നെ ട്രയാങ്കുലർ ലോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേ രണ്ട് റിസൾട്ടൻറ്റുകൾ കൺസിഡർ ചെയ്യുക. കറക്റ്റ് വരുന്നില്ല. ഓക്കെ, നമുക്ക് വരയ്ക്കാം. റിസൾട്ടൻറ്റുകൾ കൺസിഡർ ചെയ്യാം. രണ്ട് റിസൾട്ടൻറ്റുകൾ കൺസിഡർ ചെയ്യുന്നു. എ വെക്ടർ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് റിസൾട്ടൻറ്റുകൾ.
ട്രയാങ്കുലർ ലോൻ്റെ ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു നോക്കിയേ ഈ വെക്ടറിനെ ആദ്യത്തെ വെക്ടറിനെ രണ്ടാമത്തെ വെക്ടറിൻ്റെ അതായത് ആദ്യത്തെ വെക്ടറിൻ്റെ ആരോ ഹെഡ് രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിലിൻ്റെ എൻഡിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു രണ്ട് സൈഡുള്ള ഒരു ഫിഗർ കിട്ടും. അതിൻ്റെ തേർഡ് സൈഡ് നമുക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് സൈഡ് അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഒന്നിൻ്റെ ടെയിലും മറ്റേതിൻ്റെ ഹെഡും തമ്മിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന ഇതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. സെയിം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ. ഓക്കെ, യെസ്, എ വെക്ടർ ബി വെക്ടർ, എ വെക്ടർ പ്ലസ് ബി വെക്ടർ. അപ്പോൾ ട്രയാങ്കുലറിലോ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഈ വെക്ടേഴ്സിനെ രണ്ട് വെക്ടേഴ്സിനെ കോഇനിഷ്യൽ വെക്ടേഴ്സ് ആക്കിയിട്ട് ഒരു പാരലോഗ്രത്തിൻ്റെ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ റിസൾട്ടൻറ്റ് തരും. ട്രയാങ്കുലർ ലോയിൽ എന്താ പറയുന്നത്? രണ്ട് വെക്ടേഴ്സ് ഇതേപോലെ ഒരു വെക്ടറിൻ്റെ ഹെഡ് മറ്റേ വെക്ടറിൻ്റെ ടെയിൽ എൻഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് നമുക്ക് എന്ത് വരും? റിസൾട്ടൻറ്റ് വരും. ഓക്കെ, ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് നമുക്ക് റിസൾട്ടൻറ്റ് തരും. അതാണ് ട്രയാങ്കുലർ ലോയിൽ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്നുള്ളതാണ്. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എക്ക് തുല്യമാണോ? എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എക്ക് തുല്യമാണോ? യെസ്, അതിന് നമുക്ക് ട്രയാങ്കുലർ റെപ്രസെൻറ്റേഷൻ എടുക്കാം. ഇത് നമ്മൾ കണ്ടല്ലോ, എ പ്ലസ് ബി നമ്മൾ കണ്ടല്ലോ, എ പ്ലസ് ബി നമ്മൾ കണ്ടു. ഇനി ബി പ്ലസ് എ നമുക്ക് കാണാം. ഇതാണ് വെക്ടർ, ഈ വെക്ടർ എന്ന് പറയുന്നതാണ് ബി, വെക്ടർ ബി. ഇനി അതേപോലെ തന്നെ ഈ കാണുന്നത് എ വെക്ടർ, വെക്ടർ എ. യെസ്, പിന്നെ ട്രയാങ്കുലറിലോ ബി പ്ലസ് എ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ബി ഇവിടെ ഉണ്ട്, ബീനോട് വെച്ചു. ബിക്ക് ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ടെയിലെൻഡ് കൊണ്ടുപോയിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു റിസൾട്ടൻറ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു ടെയിലും ഇതിൻ്റെ ഒരു ഹെഡും തമ്മിൽ ഇങ്ങനെ അത് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന റിസൾട്ടൻ്റ് ആയിരിക്കും അതിൻ്റെ ബി പ്ലസ് എ എന്ന് പറയുന്ന വെക്ടർ. നിങ്ങൾ രണ്ടിടത്തേക്ക് നോക്കിയാൽ ഈ രണ്ടിടത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എടുത്തോ, പക്ഷേ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിമാ, ഇൻക്ലിനേഷൻ സെയിമാ, ചെരിവും സെയിമാ. അപ്പോൾ അതിനാൽ തന്നെ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? ബി പ്ലസ് എ. അതായത് രണ്ട് വെക്ടേഴ്സിന് ആദ്യത്തെ വെക്ടറിന് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ വെക്ടറുകൾ എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫൈനൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫൈനൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. വെക്ടറിനെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാന്നുള്ളത്. സബ്ട്രാക്ഷൻ്റെ മെത്തേഡിനകത്ത് വെക്ടർ എ മൈനസ് ബി ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷെ ഇത് വെക്ടർ ഫോമിലേക്ക് നമ്മൾ എഴുതുമ്പോൾ വെക്ടർ എ പ്ലസ് മൈനസ് ബി വെക്ടർ, അതായത് രണ്ട് വെക്ടറുകളെ ലിറ്ററലി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പാരലോഗ്രാം ലോ അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചിട്ട് ലിറ്ററലി നമ്മൾ എന്ത് ചെയ്യണത്? രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെക്ടർ ഏതാണോ അതിൻ്റെ ഡയറക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിവേഴ്സ് ചെയ്യണം. കാരണം ഇവിടെ നെഗറ്റീവ് വെക്ടറാണെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അതാണ് വെക്ടർ അഡീഷനകത്ത് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെക്ടർ എ, ഇത് വെക്ടർ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെക്ടർ എ മൈനസ് ബി, അഥവാ വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? വെക്ടർ ബിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, യെസ്, വെക്ടർ ബിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എ വെക്ടറിനെ ബിയുടെ അവിടെയായിട്ട് എൻഡിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിക്കണം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുമല്ലോ. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും റിസൾട്ടൻ്റ് വരയ്ക്കേണ്ടത് ഏത് ഡയറക്ഷനിലേക്ക് ആയിരിക്കണം? ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കണം. യെസ്, സോ ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ വെക്ടർ ആർ വിൽ ബി ഈക്വൽ ടു വെക്ടർ എ മൈനസ് വെക്ടർ ബി. മനസ്സിലായല്ലോ? സോ ഈ